സന്ദീപ് സമയം തീരുന്നു കേട്ടു, മറുപടി പറഞ്ഞു. ഇനി അനിൽകുമാർ വേഗത്തിൽ. ഈ ജാതി കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല കേട്ടോ, ഈ ജാതി വർത്താനങ്ങൾ പറയാനും ഇതിന്റെ. ഇനി അനിൽകുമാർ വേഗത്തിൽ. ചെവിയിൽ പഞ്ഞിയൊക്കെ പോകണ്ട, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പറഞ്ഞോളൂ അനിൽകുമാർ, പറഞ്ഞോളൂ. മറ്റൊരാൾക്ക് ചർച്ച ചെയ്യാൻ അനുവദിച്ചതിൽ പരിശോധിച്ച് ഞാൻ പറയുന്നില്ല. അത് ശരി, അപ്പൊ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലേ? ഞാൻ പറയുന്നില്ല, കാരണം ഈ പരിപാടി നടക്കൂല. ഞാൻ ചർച്ചയിൽ സ്വാഭാവികമല്ലേ? താങ്കൾ പറയാറില്ലേ? നമ്മൾ നാളെയും കാണണ്ടേ, ഇങ്ങനെയൊന്നും പറയരുത്, നാണമില്ലേ ഇങ്ങനെ പറയാൻ, നാണമില്ലേ ഇങ്ങനെ പറയാൻ. ഒരു മിനിറ്റൂടെ സമയമുണ്ട്. ഞാനില്ല, ഞാൻ നിങ്ങളുടെ ഈ പരിപാടിക്ക് ചർച്ചയ്ക്കില്ലെന്ന്. ഞാനൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്കില്ല. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചർച്ച നടത്തിക്കോ. ഒരു മിനിറ്റൂടെ മധു, ഇവിടെ വന്നിരുന്ന് ചാനൽ ചർച്ച ചെയ്തിട്ട് അമ്മയുടെ പൊലോളികൾ എന്തിനും വന്ന് വിവരിക്കുന്ന ആൾക്കാരുടെ കൂടെ എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. മധു, കുട്ടികളെ പോലെ പിണങ്ങിപ്പോകുന്നു. അയ്യേ, അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. ശരിയാണ്, പി സുന്ദരിയുടെ കത്തുണ്ട്. അങ്ങനെ ശരി, സന്ദീപ് വാര്യർ. ഇനി എന്റെ സമയം തീരുവാണ്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. ഈ തർക്കം ഇങ്ങനെ പോയതുകൊണ്ട് മാത്രമാണ്. അനിൽകുമാർ ഒരു മിനിറ്റ് കൂടി വേഗത്തിൽ. അല്ല, കോയം സത്യത്തിൽ ഒരു പാർട്ടിയല്ലേ, പിന്നെ ഇവര് തമ്മിൽ എന്താ പ്രശ്നം? എടാ, കോയക്ക് ഗവർണർ സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോ കോയ മാനവ് മൈത്രി പാർട്ടിയിലോട്ട് ഒരു ഒറ്റ ചാട്ടം. എന്ത് മറുപടി പറയാൻ? നിങ്ങൾ ഈ ചന്തി ഒഴിവാക്കൂ, കുറ്റവാളിയിലേക്ക് മടങ്ങി വരും. കുഞ്ഞമ്മയുടെ 5 തലമുറ ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞോളാം. നിങ്ങളുടെ സൗജന്യം വേണ്ട, ഇങ്ങനെ കൂട്ടു നിൽക്കരുത്. കൂട്ടത്തിൽ കൂടണ്ട, താൻ പോക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നു. താങ്കൾക്ക് പറയാമെങ്കിൽ പറയാം, അതല്ല താങ്കൾക്ക് ആക്ഷേപം ചൊരിയാമെങ്കിൽ. ഇതാ ഈ കൊച്ചുകുട്ടിയിൽ നിന്ന് സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒന്നും അറിയത്തുമില്ല, ചുമ്മാ ഇംഗ്ലീഷ് പറയുകയും ചെയ്യും. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം.